നമസ്കാരം. 20 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഹമാസ് പിന്മാറുന്നു. ഗാസയുടെ ഭരണം ഇനി സാങ്കേതിക വിദഗ്ധരുടെ കൈകളിലേക്ക് നീങ്ങുന്നു. യുദ്ധം തകർത്ത മണ്ണിൽ സമാധാനത്തിന്റെ ആദ്യ ഭരണപരമായ നീക്കമാണോ ഇത്, അതോ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് മുന്നിൽ ഹമാസിന്റെ തന്ത്രപരമായ പിൻവാങ്ങലോ? മിഡിൽ ഈസ്റ്റിന്റെ ഭാവി രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള പ്രഖ്യാപനമാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടായി ഗാസ മുനമ്പിന്റെ ഭരണ ചുമതല വഹിച്ചിരുന്ന ഹമാസ് സ്വന്തം ഭരണ സംവിധാനം പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പകരം 15 അംഗ സാങ്കേതിക വിദഗ്ധരുടെ സമിതിക്ക് സിവിലിയൻ ഭരണ ചുമതല കൈമാറാനാണ് നീക്കം. ദീർഘകാല യുദ്ധത്തിനും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മുന്നേറുന്ന വെടിനിർത്തൽ പുനർനിർമ്മാണ ശ്രമങ്ങൾക്കും പിന്നാലെയാണ് ഈ നിർണായക രാഷ്ട്രീയ തീരുമാനം പുറത്തുവന്നത്. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച യുദ്ധാനന്തര ഗാസ പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദമേറും. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ട്രംപ് പ്രഖ്യാപിച്ച സമാധാന കരാറിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഗാസയിലെ മന്ത്രാലയങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഹമാസിന്റെ ഭരണസമിതി ഒഴിഞ്ഞു പോവുക എന്നത്. ഹമാസിന്റെ പ്രഖ്യാപനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സമാധാന കരാർ നിരീക്ഷിക്കാൻ ട്രംപ് നിയോഗിച്ച ബോർഡ് ഓഫ് പീസ് അറിയിച്ചു. വെറും വാഗ്ദാനങ്ങളിലല്ല, ഹമാസിന്റെ പ്രവർത്തികളിലാണ് തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതെന്നും ഗാസയിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും സമിതി വ്യക്തമാക്കി. അതേസമയം ഹമാസ് ആയുധം താഴെ വെക്കുന്നതോടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണമെന്നാണ് US സമാധാന പദ്ധതിയിൽ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ 5 പേർ കൊല്ലപ്പെട്ടു. സായുധ ഭീഷണികൾ ഒഴിവാക്കാനാണ് വെടിനിർത്തലിന് ശേഷവും ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ വാദം. പുതിയ നീക്കത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുതാര്യത ഉറപ്പാക്കാനും US പിന്തുണയോടെയുള്ള നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന സമിതിയിലേക്കുള്ള ഭരണമാറ്റം എളുപ്പമാക്കാനുമാണ് ഗവൺമെന്റ് എമർജൻസി കമ്മിറ്റി തലവൻ രാജിവെച്ചതും സമിതി പിരിച്ചുവിട്ടതുമെന്ന് ഹമാസ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ തവാബ്ദ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭരണം ഏറ്റെടുക്കാൻ തങ്ങളുടെ 15 അംഗ സമിതി തയ്യാറാണെന്ന് നാഷണൽ കമ്മിറ്റി മേധാവി അലി ഷാദ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനാവശ്യമായ അനുകൂല സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ടെന്നും ഒരൊറ്റ നിയമവും ഒരൊറ്റ ഭരണാധികാരവും മാത്രമായിരിക്കണം ഗാസയിൽ ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2007 ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതു മുതൽ ഹമാസ് ആണ് പ്രദേശത്തിന്റെ യഥാർത്ഥ ഭരണകൂടമായിരുന്നത്. എന്നാൽ വർഷങ്ങളായുള്ള യുദ്ധവും വൻ മനുഷ്യാവകാശ മാനുഷിക പ്രതിസന്ധിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ഗാസയുടെ ഭരണരീതിയെ പുനഃപരിശോധിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. പുതിയ സാങ്കേതിക സമിതി സാധാരണ ജനങ്ങളുടെ ദൈനംദിന ഭരണവും സേവനങ്ങളും പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ പ്രഖ്യാപനം മാത്രം ഗാസയിൽ സമാധാനം ഉറപ്പിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഹമാസ് ആയുധം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇസ്രായേൽ ഇതിനെ ജാഗ്രതയോടെയാണ് അതുകൊണ്ട് തന്നെ നോക്കിക്കാണുന്നത്. ഭരണഘടനാപരമായ മാറ്റം മാത്രം മതിയാകില്ല എന്നും സുരക്ഷാ സാഹചര്യം യഥാർത്ഥത്തിൽ മാറേണ്ടതുണ്ടെന്നും ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നിർണായക ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പുതിയ സമിതിക്ക് ഗാസയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ഹമാസ് യഥാർത്ഥത്തിൽ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ? ഇസ്രായേലും അന്താരാഷ്ട്ര സമൂഹവും ഈ മാറ്റത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഗാസയുടെ ഭാവിയും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളുടെ വിജയവും ഇനി നിർണയിക്കുക. അതിനാൽ ഹമാസിന്റെ ഈ പ്രഖ്യാപനം ഒരു സാധാരണ ഭരണപരമായ മാറ്റം മാത്രമല്ല, വർഷങ്ങളായി യുദ്ധവും രാഷ്ട്രീയ സംഘർഷവും നിറഞ്ഞ ഗാസയിൽ പുതിയൊരു രാഷ്ട്രീയ അധ്യായത്തിന്റെ തുടക്കമാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ്. വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിലായിരിക്കും ഈ നീക്കം ചരിത്രപരമായ സമാധാന നടപടിയാകുമോ അതോ താൽക്കാലിക രാഷ്ട്രീയ തന്ത്രമായി മാത്രം ഒതുങ്ങുമോ എന്നതിന്റെ യഥാർത്ഥ ഉത്തരം മറഞ്ഞിരിക്കുന്നത്.